പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വളരെ അധികം ശ്രദ്ധിക്കപ്പെടേണ്ടതായ വിഷയമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിക്കുന്നത്. ഇന്നും അത് തന്നെയാണ് സംസാരിക്കുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും അധികം തെറ്റിദ്ധാരണകളും സംവാദങ്ങളും ചർച്ചകളും തർക്കങ്ങളും ഒക്കെ ഉള്ള ഒരു വിഷയം തന്നെയാണ് സംസാരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഈ വചനം ശ്രദ്ധാപൂർവം കേൾക്കുന്നു എങ്കിൽ ഈ ത്രിത്വത്തെ സംബന്ധിച്ചുള്ള എല്ലാ സംശയങ്ങളും പൂർണ്ണമായും മാറിക്കിട്ടും എന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സ്നേഹപൂർവ്വം നിങ്ങൾ ഈ വചന സന്ദേശം ശ്രദ്ധാപൂർവ്വം കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ പിതാവ് തൻ്റെ പുത്രനായ യേശു അനേക സഹോദരന്മാരിൽ ആദിജാതൻ ആകേണ്ടതിന് തൻ്റെ പുത്രൻ്റെ അഥവാ യേശുക്രിസ്തുവിൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാകുവാൻ അവിടുന്ന് അവർ മുൻ അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനോട് സദൃശമായി തീരാൻ തക്കവിധം, യേശുക്രിസ്തു ആദിജാതനാകാൻ തക്കവിധം, യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാരാകാൻ മുന്നറിഞ്ഞ ആളുകളെ യേശുവിൻ്റെ സദൃശരാകുവാൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ യേശു എങ്ങനെ ഇരിക്കുന്നോ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തിരുവചനം പറയുന്നു എന്ന് നാം അറിയുന്നല്ലോ. അവിടുന്ന് വീണ്ടും പറയുകയാണ്, അവിടുന്ന് വിളിച്ചവരെ അവിടുന്ന് അറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തിരസ്കരിച്ചും ഇരിക്കുന്നു. വീണ്ടും നമുക്ക് വായിക്കാം യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നത്, നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് വാസ്തവമായും അറിയുന്നു. നമ്മൾ അങ്ങനെ തന്നെയാണ് തന്നെ. യേശു പ്രത്യക്ഷനാകുമ്പോൾ, അതിനു മുമ്പ് പറയുന്നത് നാം എന്തായി തീരുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. എന്നാൽ യേശു പ്രത്യക്ഷനാകുമ്പോൾ നാം യേശു ക്രിസ്തു താൻ എങ്ങനെ ഇരിക്കുന്നോ അങ്ങനെ തന്നെ കാണുന്നതാകൊണ്ട് നാം അവിടുത്തോട് അഥവാ യേശുവിനോട് സദൃശന്മാരായി തീരും എന്ന് നാം അറിയുന്നല്ലോ. ഈ പ്രത്യാശയുള്ളവരെല്ലാം യേശു നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഈ യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളാണ് കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത്. ആകാശവും ഭൂമിയും നീങ്ങിപ്പോയാലും വചനത്തിന് ഒരു വള്ളി മുള്ളി മാറുകയില്ല. ഇനി മൂന്നാമത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. യേശുവിൻ്റെ മരണശേഷം, അതായത് യേശുവിനെ യഹൂദന്മാർ ക്രൂശിൽ തറച്ചു, യേശു മരിച്ചു, അടക്കപ്പെട്ടു, കല്ലറിഞ്ഞ് അടക്കി. പിറ്റേന്ന് ആഴ്ചവട്ടത്തിൻ്റെ ആദ്യ ദിവസം അതിരാവിലെ രാത്രിയായി ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലനാ മറിയം യേശുവിൻ്റെ കല്ലറയ്ക്ക് പോയി. അങ്ങനെ കല്ലറയ്ക്കൽ ചെന്ന് അവൾ പല പ്രാവശ്യം, അത് മുഴുവൻ വിശദീകരിക്കാൻ സമയക്കുറവായതുകൊണ്ട് 17-ാം വാക്യം മാത്രം വരികയാണ്. അപ്പം യേശു ഈ മഗ്ദലനാ മറിയം കല്ലറയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ 2 ദൂതന്മാർ യേശുവിനെ അടക്കിയിരുന്ന സ്ഥലത്ത് യേശുവിൻ്റെ തലക്കലും കാൽക്കലും ഇരിക്കുന്നു. അവർ ചോദിച്ചു, സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു. ഇത് ചോദിച്ചിട്ട് അവൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോൾ യേശുവിനെ കണ്ടു. അത് യേശുവാണെന്ന് അറിഞ്ഞില്ല. അപ്പോൾ അത് ഇവൻ യേശുവിൻ്റെ മഗ്ദലനാ മറിയം പൂർണ്ണമായിട്ട് കാണുന്നില്ല. ഇത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് എൻ്റെ ഗുരുവിനെ നീ എവിടെ വെച്ചു, ഞാൻ തന്നെ എടുത്തുകൊണ്ട് നോക്കോളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു മറിയെ എന്ന് വിളിച്ചു.
ഉടനെ റബ്ബോനി എന്നർത്ഥം വരുന്ന ഗുരു എന്നർത്ഥം വരുന്ന റബ്ബോനി എന്ന് അവൾ വിളിച്ചു. അപ്പോൾ യേശു അത് തിരിച്ചറിഞ്ഞു. യേശുവിനെ തൊടാൻ വേണ്ടിയിട്ട് അവൾ കൈ നീട്ടി പറഞ്ഞു, എന്നെ തൊടരുത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. അതുകൊണ്ട് നീ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായിരിക്കുന്നവൻ്റെ അടുക്കലേക്ക് ഞാൻ കയറിപ്പോകുന്നു എന്ന് എൻ്റെ സഹോദരന്മാരോട് പറയുക. സഹോദരന്മാരാരാന്നറിയാമോ? യേശുവിൻ്റെ ശിഷ്യന്മാരായിരിക്കുന്നവരോട് പോയി പറയാൻ. സഹോദരന്മാരാണ് ഇവിടെ. യേശുവിൻ്റെ സഹോദരന്മാർ യേശുവിനെ കാണുമ്പോൾ യേശുവിനോട് സദൃശമായി തീരാൻ നിയോഗിക്കപ്പെട്ട സഹോദരന്മാർ എന്ന് പറയുന്നു. അപ്പോൾ യേശുവിൻ്റെ പിതാവ് നമ്മുടെ പിതാവ്, യേശുവിൻ്റെ ദൈവം നമ്മുടെ ദൈവം, യേശു നമ്മുടെ സഹോദരൻ. ഇത് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് പ്രകാരം യഹോവയായ ദൈവം ഏക സത്യദൈവവും യേശു ക്രിസ്തു എന്നേക്കും ദൈവത്തിൻ്റെ പുത്രനും, ആ പുത്രനിൽ അസംഖ്യം പുത്രന്മാരും യേശുക്രിസ്തു തന്നെ ഉണ്ട്. ആ യേശുക്രിസ്തുവിൽ നിന്നാണ് ദൈവപുത്രന്മാർ ഉണ്ടാകുന്നത്. പ്രിയമുള്ളവർ, ഇതൊക്കെ തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. കാരണം തിരുവചനത്തിൽ വീണ്ടും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാകും. എഫേസ്യ ലേഖനം 1-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവപുത്രന്മാരുണ്ടായി. അതായത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിങ്ങൾ ക്രിസ്തുയേശുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അപ്പൊ ക്രിസ്തുയേശുവിൽ നിങ്ങളെല്ലാം ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തിരിക്കുകയാണ്, അനുഗ്രഹിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അവിടുത്തെ മുമ്പിൽ, പിതാവായ ദൈവത്തിന് മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. ഇത് ലോകം, ആകാശവും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ആകാശവും ഭൂമിയൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത്. ഇത് തിരുവനന്തപുരത്ത് എഴുതിയിരിക്കുന്ന കാര്യമാണ്, സത്യമാണ്. ഇവിടെ അല്ല, നാം ക്രിസ്തുവിൻ്റെ സഹോദരന്മാർ ആണ്. അതാ വചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിച്ച് ആത്മീയമായി വളർന്നു കഴിയുമ്പോഴേ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. തിരുവചനത്തിൽ എഴുതിയതല്ലാത്ത ഒരു വാക്ക് പോലും നമ്മൾ പറയല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ഇവിടെ എല്ലാ സഹോദരന്മാരാണ്, യേശുവിൻ്റെ സഹോദരന്മാരാണ് നമ്മൾ എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് തിരുവചനത്തെ ആഴമായി ഗ്രഹിച്ചുകൊണ്ട് ദൈവപുത്രന്മാരായി തീരാൻ നിയോഗിക്കപ്പെട്ട, മുൻനിയമിക്കപ്പെട്ട, വിളിക്കപ്പെട്ട ആളുകൾ ഉണ്ട്. അവരെ തേടിയാണ് നമ്മുടെ കർത്താവ് ലോകത്തിലേക്ക് വന്നത്. ഈ വചനങ്ങൾ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും നിങ്ങൾ ഇതേ വിഷയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ സംസാരിക്കുന്നത് ശ്രദ്ധ വെച്ച് കേൾക്കണം എന്ന് സ്നേഹപൂർവ്വം താല്പര്യപ്പെടുന്നു. എൻ്റെ പേര് ഒരിക്കൽ കൂടി പറയുകയാണ്, കുര്യാച്ചൻ മണ്ണപ്പുറം. എൻ്റെ ഫോൺ നമ്പർ 709028311795. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.